നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇടത് സർക്കാരിനെ വെട്ടിലാക്കിയ വൈദേഹവും എക്സാലോജിക്കലെയും പെൻഷൻ കഥകൾ പൊളിയുമ്പോൾ അഴിഞ്ഞു വീഴുന്നത് സർക്കാരിന്റെ തന്നെ മാനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ബാംഗ്ലൂരിൽ ആരംഭിച്ച IT കമ്പനിയായ എക്സാലോജിക്കും LDF കൺവീനർ EP ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറേഴിയിലെ റിസോർട്ടായ വൈദേഹവും ഭാര്യമാർ വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഈ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചതെന്നായിരുന്നു ഇരു നേതാക്കളും വിശദീകരണം. രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒരുക്കിയതെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചു. വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് 2021 തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അന്വേഷണവും നടപടിയും ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. CPM നേതാക്കളുടെയും ഉറ്റവരുടെയും സ്വത്ത് വിവരങ്ങളും സംരംഭങ്ങളും പാർട്ടിയെ അറിയിച്ചിരിക്കണമെന്നാണ് പാർട്ടി മാർഗരേഖ. എന്നാൽ പിണറായിയെയോ ജയരാജനെയോ ഈ സംരംഭങ്ങൾ സംബന്ധിച്ച പാർട്ടി വിശദാംശങ്ങൾ നൽകിയതായി വിവരവുമില്ല. വീണ AKG സെന്റർ മേൽവിലാസമാക്കി ബാംഗ്ലൂരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് എങ്ങനെയെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. പിണറായി വിജയനുമായും EP ജയരാജനുമായും ബന്ധപ്പെട്ട ബിസിനസ് ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യമായിട്ടല്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിദേശത്ത് വൻ ബിസിനസ് സംരംഭങ്ങളുണ്ടെന്നും EP ജയരാജന്റെ മകൻ ജയ്സ് ആണ് UAE റസാൽ മേഖലയിൽ ഇന്ധന റിഫറി ഉണ്ടെന്നും ആരോപിച്ച് രംഗത്തെത്തിയത് സ്വർണ്ണക്കടത്ത് കേസ് സ്വപ്ന സുരേഷ് ആയിരുന്നു. തെളിവുകൾ കയ്യിലുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിട്ടും അത് നിഷേധിക്കുവാനോ നിയമ നടപടിക്കോ ഇരു നേതാക്കളും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം തങ്ങൾ കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടോ ഇല്ല എന്ന് വാദിച്ചിരുന്ന LDF കൺവീനർ EP ജയരാജനും കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. വൈദേഹത്തിൽ ചികിത്സ ചെയ്യുന്ന ഏജൻസിയാണ് നിരാമ എന്നും ജയരാജൻ വ്യക്തമാക്കുമ്പോൾ ഭാര്യമാർ തമ്മിലുള്ള ബിസിനസ് ബന്ധം BJP CPM രഹസ്യ ധാരണയാകുമോ എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത്. ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളാണെന്ന് ആവർത്തിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ BJP കൂട്ടുകെട്ടിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയരാജനെ ഇടനിലക്കാരനാക്കിയതായും ആരോപിച്ചു. വൈദേഹത്തിനെതിരായ ED അന്വേഷണം നിലച്ചത് നിരാമയുമായുള്ള ബിസിനസ് പങ്കാളിത്തത്തിന് ശേഷമാണെന്നും UDF ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഈ വിഷയം അവർ ശക്തമായി ഉന്നയിക്കുമ്പോൾ CPM നേതൃത്വമോ ഇടത് മുന്നണിയിലെ മറ്റു നേതാക്കളോ ജയരാജന് വേണ്ടി പ്രതിരോധം തീർക്കുവാൻ ഇതുവരെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. EP ജയരാജന്റെ വൈദേഹം ബന്ധത്തിനെതിരെ P ജയരാജൻ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചതും വൻ വിവാദമായി മാറിയതായിരുന്നു.